ആണ് സമാധാനവും നമ്മോട് സംസാരിക്കുന്നത് നിയമ വിദ്യാർത്ഥിയും ലിപ്റ്റിസ്മൈ ഫാക്കൽറ്റിയും കൂടിയായ അബ്ദുൽ മുനീർ സാറാണ്. സാറിനെ വെൽക്കം ചെയ്യുന്നു. ഒപ്പം ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യുന്നു. മുനീർ സാറിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം മുനീർ സാർ. ഓക്കെ, താങ്ക് യു ജസീല. ഞാൻ ഓഡിയബിൾ അല്ലേ? യെസ് സർ. ഓക്കെ, നമുക്കൊരു 3 മിനിറ്റ് ചെറിയൊരു ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. സോറി, ഞാൻ ചെറിയ പ്രിപ്പയർ ആവുന്നേ ഉള്ളൂ, വീട്ടിലെത്തിയതേ ഉള്ളൂ. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു 3 മിനിറ്റ്. ഓക്കെ സർ. ഓക്കെ ഓക്കെ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാനിതാ വീട്ടിലെത്തിയതേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി വരാനുള്ള ഒരു ഡിലേ. ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മൾ ഇന്ന് ഗുഡ് ഈവനിങ് എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, നമ്മുടെ സൺഡേ സ്പെഷ്യല് നമുക്കറിയാം. ലിവ് ടു സ്മൈലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി വിജയകരമായി മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് സൺഡേ സ്പെഷ്യൽ എന്നുള്ളത്. ഇന്നത്തെ സൺഡേ സ്പെഷ്യലില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളത് വികസനം പോലെ തന്നെ പ്രധാനമാണ് സമാധാനവും എന്നുള്ളൊരു വിഷയമാണ്. വികസനം പോലെ തന്നെ പ്രധാനമാണ് സമാധാനവും എന്നുള്ളതാണ് വിഷയം. നമുക്കറിയാം, വികസനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള ഒരു ആവശ്യങ്ങളിൽ ഒന്നാണ് വികസനം എന്നുള്ളത്. പക്ഷെ കേവലം ഒരു വികസനം എന്നുള്ളത് കൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമാധാനപൂർണമായ ജീവിതം മൈക്ക് മ്യൂട്ട് ചെയ്യണേ. അപ്പോൾ സമാധാനപൂർണമായ ജീവിതം സാധ്യമാവണമെങ്കിൽ ഈ നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പോൾ വികസനം നമുക്കൊരു സമാധാനത്തിന് ആവശ്യമാണ്. പക്ഷെ വികസനം പലപ്പോഴും മനുഷ്യന്റെ സമാധാനത്തിന് കീഴാവുകയും ചെയ്യുന്ന നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങള് നമ്മുടെ ലോകരാജ്യങ്ങൾക്കിടയിൽ, പ്രത്യേകമായും വർത്തമാനകാല ലോകത്തിന്റെ സംഭവങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യ വികാസം വലിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും മനുഷ്യന്റെ സമാധാനത്തിന് നേരെയുള്ള വലിയ കടന്നുകയറ്റങ്ങളും വലിയ ഭീഷണികളും നമ്മുടെ ലോകരാജ്യങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് നിങ്ങളോട്. പൊളിറ്റിക്കൽ സയൻസിന്റെ എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുള്ളത്. ഇപ്പൊ കറന്റ്ലി നമ്മുടെ ലോകരാജ്യത്തിനകത്ത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഒരു സംഭവം എന്ന് പറയാൻ പറ്റുമോ? ഒരു യുദ്ധം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം പറയാൻ പറ്റുമോ? യുദ്ധ സാർ ഉദ്ദേശിച്ചത് പേജറൊക്കെ പൊട്ടിത്തെറിച്ചേ? യെസ്, വെരി ഗുഡ്. പ്രജിത്ത് അല്ലേ? എവിടെയാണ് സംഭവം നടന്നത് അറിയോ? ലെബനൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ കഴിഞ്ഞ ഒരു ആഴ്ചക്കിടയിൽ നമ്മുടെ ലോകരാജ്യത്തിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ലെബനനില് ഈ പറയപ്പെടുന്ന വാക്കി ടോക്കികള്, പേജറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ലോകത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വലിയ രീതിയിൽ സാങ്കേതിക മുന്നേറ്റം നമ്മൾ 21-ാം നൂറ്റാണ്ടില് നമ്മൾ മുന്നേറുന്ന അതേ കാലഘട്ടത്തിലാണ്
ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് തന്നെ, മനുഷ്യന്റെ സമാധാനത്തിന് തന്നെ കടന്നുകയറ്റമുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്രാജ്യത്വ ശക്തികളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യഹത്യ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് മുമ്പിലുള്ളത്. അപ്പൊ അത്തരമൊരു കാലഘട്ടത്തിൽ വികസനവും സമാധാനവും എന്നുള്ള ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത ലിവ് സ്മൈലിന്റെ സൺഡേ സ്പെഷ്യൽ ടീമിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഒരു വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാറി നിൽക്കേണ്ട ആളുകളല്ല. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയോ അല്ലെങ്കിൽ നമ്മുടെ നാടിനകത്തെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരെയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നടന്ന വിഷയമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരും ഇതിൽ നിന്നും മാറി നിൽക്കേണ്ടവരല്ല എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഈ വികസനവും സമാധാനവും എന്നുള്ള വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് എന്റെ ക്യാമറ ക്ലിയർ അല്ല. ക്യാമറ ക്ലിയർ അല്ല. ക്യാമറ ക്ലിയർ അല്ല സാറേ. സൗണ്ട് ക്ലിയർ ആണ്. ബ്ലർഡ് വിഷൻ ആണ്. സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പോ വികസനം എന്താണ് എന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു വിഷയത്തെ പറ്റി കൂടുതൽ ആധികാരികമായി നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യമായി എന്താണ് വികസനം എന്നുള്ള കാര്യം, അതുപോലെ തന്നെ എന്താണ് സമാധാനം, നമുക്ക് കേവലം അറിയാവുന്ന വാക്കുകൾ കൊണ്ട് വിവരിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നതുള്ളത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ആദിമ കാലഘട്ടം മുതൽ 21ാം നൂറ്റാണ്ട് വരെ നാം എത്തി നിൽക്കുന്ന മഹാകോടാനുകോടി കാലഘട്ടത്തിലെ മനുഷ്യ വികാസം എന്ന് പറയുന്നത് അത് വികസനത്തിന്റെ ഭാഗമുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളാണ്. ആദ്യകാലങ്ങളിൽ മനുഷ്യ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതും ഇന്ന് എങ്ങനെയാണ് മനുഷ്യ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞതൊക്കെ എന്നുള്ള ഒരു ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവിടെ മനുഷ്യന്റെ അത്യപൂർവമായ പ്രവർത്തനങ്ങളുടെ കായിക ശേഷിയുടെയും മാനസിക ശേഷിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ നടത്തിയ മുന്നേറ്റത്തിന്റെ ഉദാഹരണമാണ് നാം ഇന്ന് ജീവിക്കുന്ന ജീവിതം എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അത് തന്നെയാണ് ഒരു വികസനം എന്നുകൊണ്ട് വികസനം എന്താണെന്നൊരു ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ആദിമ കാലഘട്ടത്തിൽ നിന്നും മനുഷ്യൻ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്, ആ ഒരു യാത്ര, ആ ഒരു ജൈതയാത്രയെ തന്നെയാണ് യഥാർത്ഥത്തിൽ വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. മനുഷ്യന്റെ ജീവിതത്തിലുള്ള വളർച്ച അല്ലെങ്കിൽ സാമൂഹികമായ പുരോഗതി അല്ലെങ്കിൽ മാറ്റങ്ങൾ, ഇതൊക്കെയാണ് പ്രത്യേകിച്ച് വികസനം എന്നുകൊണ്ട് ഒരു ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളത്. അപ്പൊ വികസനം എന്ന് പറയുന്നത് കേവലം സാമ്പത്തികമായ വികസനം എന്ന് മാത്രമായി നമുക്ക് കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് മുതലാളിത്ത രാജ്യങ്ങളൊക്കെ നമുക്കറിയാം വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് സാമ്പത്തികമായ പുരോഗതി എന്നുള്ള നിലയിലാണ് ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ പഠിച്ചിരുന്നത്. പക്ഷെ ഇന്ന് വികസനം എന്ന് പറയുന്നത് സുസ്ഥിര വികസനം എന്നുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ആശയങ്ങൾ നമുക്ക് വലിയ രീതിയിൽ ചർച്ചയാവുകയും ലോകരാജ്യങ്ങൾ ഇന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി, സുസ്ഥിരമായ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറ്റു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേവലം വികസനം എന്ന് പറയുന്നത് അതിന്റെ പ്രകൃതിയെയും അല്ലെങ്കിൽ മനുഷ്യന്റെ അധ്വാനത്തെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് കേവലം ലാഭവ്യവസ്ഥ എന്ന നിലയിൽ മാത്രം ഒതുങ്ങിപ്പോവാതെ അത് സമൂഹത്തിന്റെയും അതുപോലെ തന്നെ വ്യക്തികളുടെയും അവരുടെ ജീവിതത്തെയും ആരോഗ്യത്തെയൊക്കെ മുന്നോട്ട് നയിക്കുന്നതാവണം വികസനം എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിലെ നമ്മൾ വികസനം കൊണ്ട് അർത്ഥമാക്കുന്നുള്ളത്. അപ്പോൾ വികസനത്തിന് പ്രത്യേകിച്ച് 2 വശങ്ങളാണുള്ളത്. ഒന്ന് സാമ്പത്തിക വളർച്ച, അതുപോലെ തന്നെ സാമൂഹികമായ പുരോഗതി. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രത്തെ വികസിത രാഷ്ട്രം, ഡെവലപ്ഡ് കൺട്രി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സൗണ്ട് ക്ലിയർ അല്ല. സർ ക്ലിയർ ആണ്. ക്ലിയർ ആണ് സർ. സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നു. സൗണ്ട് ക്ലിയർ ആണ്.
കമന്റ് കണ്ടു. കമന്റ് സൗണ്ട് ക്ലിയർ അല്ല. അപ്പോ വികസനത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയും സാമൂഹിക പുരോഗതിയുമാണ്. ഈ രണ്ട് നേട്ടങ്ങൾ കൈവരിച്ചാൽ മാത്രമേ ഒരു രാഷ്ട്രം വികസിത രാഷ്ട്രമായി നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സാമ്പത്തിക വളർച്ച എന്ന് പറയുമ്പോൾ അവിടെ ആളുകളുടെ വരുമാനം, ഇൻഡിവിജ്വൽ ഇൻകം കാര്യങ്ങളൊക്കെ ഈ പറയപ്പെടുന്ന സാമ്പത്തിക വളർച്ചയുടെ ഭാഗമായി വരുന്നുണ്ട്. അപ്പൊ സാമ്പത്തിക വളർച്ച മാത്രം ഉണ്ടായാൽ പോരാ, സാമൂഹിക പുരോഗതി കൂടി വേണം. അപ്പൊ സാമൂഹിക പുരോഗതി നമ്മൾ കൈവരിക്കണമെങ്കിൽ സ്വാഭാവികമായും അവിടെ എന്താ വേണം? ആരോഗ്യം വേണം, നല്ല വിദ്യാഭ്യാസം വേണം, ഹൈലി ലിറ്ററസി റേറ്റ് ആയിരിക്കണം. അങ്ങനെ നമ്മുടെ സാക്ഷരത, ആരോഗ്യം, വിദ്യാഭ്യാസം ഈ മേഖലകളിലുള്ള പുരോഗതികളൊക്കെ കൈവരിച്ചാൽ മാത്രമേ ഒരു രാഷ്ട്രത്തെ വികസിത രാഷ്ട്രം എന്ന നിലയിൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കൂ. അപ്പോൾ സാമ്പത്തിക വളർച്ചയെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഹ്യൂമൻ റിസോഴ്സസ് വേണം. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഏറ്റവും രണ്ടാമത്തെ ജനസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ തൊട്ടു മുന്നിലുള്ള ചൈന 150 മില്യണിലധികം ജനസംഖ്യയുള്ള രാഷ്ട്രമാണ് ചൈന എന്ന് പറയുന്നത്. ഈ രണ്ട് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് വലിയ രണ്ട് രാജ്യങ്ങൾ ഏകദേശം അടുത്തടുത്ത് നിലനിൽക്കുന്നതാണ്. പക്ഷെ ചൈനയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഇന്ത്യയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് രാജ്യങ്ങളും ഒരേ സമയം സ്വതന്ത്രമായ രാജ്യങ്ങളാണ്. പക്ഷെ ചൈന ഇന്ത്യയെക്കാൾ വലിയ സാമ്പത്തിക ശേഷിയെ, അമേരിക്കയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു രാഷ്ട്രമായി ചൈന മാറുന്നുണ്ട്. അപ്പോ ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെയാണ് ചൈന ഫലപ്രദമായി വിനിയോഗിച്ചത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം നമുക്ക് ചൈനയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നും നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ വലിയ വികസന നേട്ടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇതൊന്നും അന്യമായി നിൽക്കപ്പെട്ടുന്ന, അല്ലെങ്കിൽ ഇന്നും എന്താ പറയാ, ശൗചാലയം പോലും കൃത്യമായി ഇല്ലാത്ത രാഷ്ട്രമായി നമ്മുടെ ഇന്ത്യ മാറുന്നുണ്ട്. ലോകത്ത് ഈ പറയപ്പെടുന്ന നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിനേക്കാളും താഴെ തട്ടിലേക്ക് ഈ പറയപ്പെടുന്ന പോവർട്ടി റേറ്റിൽ ഇന്ത്യ പട്ടിണി സൂചികയിൽ വലിയ രീതിയിൽ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രം മാറുന്നുണ്ട്. ഒരു ഭാഗത്ത് അംബാനിമാരും അദാനിമാരൊക്കെ വലിയ രീതിയിൽ ലോകത്തെ വലിയ സാമ്പത്തിക ശേഷിയായി നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ആളുകൾ വളരുമ്പോഴും നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ട ഒരവസ്ഥ ഇന്നും വലിയ രീതിയിൽ എന്താ പറയാ, ലോകത്തെ തന്നെ പട്ടിണിയിൽ വലിയ രീതിയിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് ഒരു ഹ്യൂമൻ റിസോഴ്സസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വികസനം ഒരു രാഷ്ട്രത്തിനകത്ത് നടപ്പിലാക്കേണ്ടത് എന്നതിന്റെ വ്യത്യാസം നമുക്ക് അവിടെയാണ് കാണാൻ സാധിക്കുന്നുള്ളത്. അപ്പോൾ എല്ലാ ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ ഒരു രാഷ്ട്രത്തിനകത്ത് വികസനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കേവലം ഒരു വിഭാഗം ആളുകൾ മാത്രം സമ്പത്ത് കൈയടക്കി എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവർ വലിയ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് ഒരു രാജ്യത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാ ജനവിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവരെയും വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം പോലുള്ള ബേസിക് നീഡ്സുകളൊക്കെ ഉറപ്പുവരുത്തി മാത്രമേ ഒരു രാഷ്ട്രത്തെ നമുക്ക് വികസിത രാഷ്ട്രം എന്ന നിലയിൽ മാറ്റാം, എന്താ പറയാ, സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായ രീതിയിൽ ഫലപ്രദമായി യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ രാജ്യത്തിനകത്ത് സാമ്പത്തിക വളർച്ചയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തരം 7.5 പതിറ്റാണ്ട് പിന്നിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ്. 2047 ആവുമ്പോഴേക്കും ഇന്ത്യയെ അമൃത് കാലത്തിലേക്ക് മുന്നോട്ട് വെക്കുമെന്നാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ഓഗസ്റ്റ് 15 75ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ അതോടുകൂടി നമ്മുടെ GDP 2047 ലോകത്തിലെ തന്നെ രണ്ടാമത്തെ സാമ്പത്തിക ശേഷിയായി ഇന്ത്യ മാറുമെന്നാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴും ഈ പറയപ്പെടുന്ന വിദ്യാഭ്യാസം കാര്യങ്ങളും ആരോഗ്യം കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഫലപ്രദമായി വിനിയോഗിച്ചാൽ മാത്രമേ നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രാഷ്ട്രം 47 സ്വതന്ത്രമായി അതിനുശേഷം നിരവധിയായിട്ടുള്ള ആഭ്യന്തര യുദ്ധങ്ങളും ആഭ്യന്തര അടിയന്തരാവസ്ഥ, അതുപോലെ തന്നെ നാഷണൽ എമർജൻസി ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിനകത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ചൈനയുമായിട്ടുള്ള യുദ്ധം, അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള യുദ്ധങ്ങൾ, അതേപോലെ സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായിട്ടുള്ള ബാബരി മസ്ജിദ് കലാപം, ഗുജറാത്ത് കലാപം, ഏറ്റവും ഒടുവിൽ മണിപ്പൂരിലടക്കം നടക്കുന്ന കലാപങ്ങളൊക്കെ
ഈ പറയപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ട് പോകുന്നതിന് വലിയ തടസ്സമായി തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ പറയാറുണ്ട് ഇന്ത്യ സുരക്ഷിതമായ രാഷ്ട്രമാണ് എന്നൊക്കെ പറയുമ്പോഴും മണിപ്പൂരിലെ കലാപങ്ങള് എന്താ പറയാ ഇന്നും വർഷങ്ങളായിട്ട് പോലും ഇന്നും അവിടുത്തെ കലാപം പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഭരണകൂടത്തിന്റെ പോരായ്മ തന്നെയാണ്. അത് നമ്മുടെ നാടിന്റെ മുന്നോട്ട് പോക്കിന് വലിയ തടസ്സമാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ സാധിക്കണം. നമ്മള് ഈ പറയപ്പെടുന്ന 47 സ്വതന്ത്രമാവുന്നതിന് മുമ്പ് ഒരുപാട് പോരാട്ടങ്ങളും ഒരുപാട് സംഘർഷങ്ങളൊക്കെ രാഷ്ട്രമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മൾ 47-ൽ നിന്ന് ഒന്നിൽ നിന്ന് തുടങ്ങിയതായിരുന്നു നമ്മുടെ രാഷ്ട്രം. ആ ഒന്നിൽ നിന്നും തുടങ്ങിയ നമ്മുടെ രാഷ്ട്രം ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സംഘർഷങ്ങളുടെയും ഒരുപാട് സമാധാന ധ്വംസനങ്ങളുടെയും എല്ലാം സാക്ഷിയായ മണ്ണാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വികസിത രാഷ്ട്രമാവുന്നതിന് വേണ്ടി ഒരുപാട് കടമ്പകൾ നമ്മൾ ഇനിയും കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റുകൾ അത്തരത്തിലുള്ള നമ്മുടെ സമാധാനത്തിന് നേരെയുള്ള കടന്നുകയറ്റങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് രാഷ്ട്രത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഫലപ്രദമായി മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. സൗണ്ട് ക്ലിയർ അല്ലേ? സാർ ഇപ്പൊ ഓക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കേൾക്കാം. കോള് വരുന്നതുകൊണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരു രാഷ്ട്രത്തെ വികസിത രാഷ്ട്രം എന്ന് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് നമ്മുടെ ഒരു രാഷ്ട്രം വികസിത രാഷ്ട്രം എന്ന നിലയിൽ പ്രധാനമായി നമ്മൾ ചില എന്താ പറയാ കണക്കുകൾ ഒരു രാജ്യം വികസിത ആണ് എന്ന് സങ്കല്പിക്കാൻ വേണ്ടി ചില കണക്കുകൾ ഓരോ വർഷവും നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. ഏതൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? അത് ബജറ്റ് ഗവൺമെന്റിന്റെ എന്താ പ്രവർത്തനങ്ങളാണ്, ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പേരുണ്ട്, GDP. യെസ്, GDP. അപ്പോൾ GDP, GNI, ഗ്രോസ് നാഷണൽ ഇൻകം, അതുപോലെ തന്നെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപാദനം, മൊത്തം ദേശീയ വരുമാനം, ഇതൊക്കെ നമ്മുടെ വികസനത്തിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്താ പറയാ ഡെവലപ്മെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന അടയാളങ്ങളാണ്. അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം, വ്യക്തിഗത വരുമാനം, കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രം വികസിതമാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നുള്ളത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഓരോ വർഷവും GDP നമ്മുടെ രാഷ്ട്രം കണക്കാക്കാറുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം GDP നിരക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ 2047 നമ്മളൊരു അമൃത് കാലഘട്ടത്തിലേക്ക് എത്തുമെന്നാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നുള്ളത്. അപ്പൊ അത്തരമൊരു കാലഘട്ടത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ആശംസിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് വികസനത്തെ പറ്റി സൂചിപ്പിക്കാനുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ അടങ്ങിയാൽ മാത്രമേ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വികസനത്തിലേക്ക് എത്തി എന്ന് നമുക്ക് നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വികസനം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. സമാധാനം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമുക്കറിയാം, ഈ പറയപ്പെടുന്ന പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്ന ആ ഒരു കാലഘട്ടം മുതലേ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആധുനിക കാലഘട്ടത്തിലാണ് ഈ പറയപ്പെടുന്ന പൊളിറ്റിക്സിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളത്. അപ്പൊ അതിനു മുമ്പൊക്കെ ഈ രാജഭരണം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നാട്ടുഭരണം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായത്. പക്ഷെ ഒരു കൃത്യമായ രീതിയിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ നമ്മൾ ആധുനിക കാലഘട്ടത്തിലാണ് മുന്നോട്ട് വരുന്നുള്ളത്. അപ്പൊ ആ കാലഘട്ടം മുതലേ ഈ പറയപ്പെടുന്ന നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മനുഷ്യന് സമാധാനപൂർണമായിട്ടുള്ള ജീവിതം ഉണ്ടാകുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് നമ്മൾ ഈ പറയപ്പെടുന്ന രാഷ്ട്രം അല്ലെങ്കിൽ രാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തിലൊക്കെ എത്തുന്ന അതിന്റെ ഉത്ഭവ കാലഘട്ടത്തില് മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മനുഷ്യന് സമാധാനം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഈ എന്താ പറയാ പൊളിറ്റിക്സിന്റെ ഒക്കെ ഉത്ഭവ കാലഘട്ടം മുതലേ
നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഫലപ്രദമായ രീതിയിൽ, ക്രിയാത്മകമായ രീതിയിൽ ഒരു ക്രിയാത്മകമായ രീതിയിൽ നമ്മൾ ഈ ഒരു 20-ാം നൂറ്റാണ്ടോടു കൂടിയാണ് നമ്മൾ സമാധാനത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ലോകരാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് സമാധാനം കൊണ്ട് അർത്ഥമാക്കുന്നുള്ളത്? ആരെങ്കിലും ഒന്ന് സമാധാനം എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? എന്താണ് സമാധാനം? യുദ്ധം ഒന്നുമില്ലാതെ, സമരം, യുദ്ധം. യുദ്ധങ്ങളൊന്നും ഇല്ലാത്തൊരു അവസ്ഥ. സമരം എന്ന് പറയരുത് കേട്ടാ, സമരങ്ങൾ ആവശ്യമാണ് നമുക്ക്. യുദ്ധങ്ങളില്ലാത്ത ഒരു അവസ്ഥയെ നമുക്ക് വേണമെങ്കിൽ സമാധാനം എന്ന് പറയാം. ദെൻ വേറെ അത് തന്നെ, അതായത് നമ്മുടെ ജീവനും സ്വത്തിനും യാതൊരു ഇതുമില്ലാതെയുള്ള ഒരു ജീവിതം ഉണ്ടാവണം, സുസ്ഥിരമായിട്ടുള്ള. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചതിന്റെ ഗുണമാണെന്ന് തോന്നുന്നു. പ്രജിത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ജീവനും സ്വത്തിനും. ഓക്കെ, അപ്പോ യുദ്ധങ്ങളില്ലാത്ത അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നമ്മുടെ സ്വത്തിനും ജീവിതത്തിനും മേലുള്ള കടന്നുകയറ്റങ്ങളില്ലാത്ത സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തെ വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ, സ്ട്രെസ്സുകളൊന്നും ഇല്ലാത്ത ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയെ വേണമെങ്കിൽ നമുക്ക് സമാധാനം എന്ന് വിശേഷിപ്പിക്കാം. സമാധാനം എന്നുള്ളത് കേവലം ഒരു വാക്കുകൊണ്ടൊന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നിരുന്നാലും നമുക്ക് ഈ പറയപ്പെടുന്ന സ്ട്രെസ്ലെസ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ ഒരാൾ നേരത്തെ പറഞ്ഞു യുദ്ധമില്ലാത്ത ഒരു സന്ദർഭമാണ് എന്നുള്ളത്. ഇപ്പൊ നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യുദ്ധമൊന്നുമില്ല. യുദ്ധമില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാവരും സമാധാനത്തിലാണെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? അപ്പോ എങ്ങനെ ഈ പറയപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങൾ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ ചുറ്റുപാട് യുദ്ധമില്ല എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും സമാധാനത്തിലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്കൊക്കെ വ്യക്തിപരമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒന്നെങ്കിൽ കുടുംബ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുള്ള സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അയൽക്കാരായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഓരോ മനുഷ്യരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ്സും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സമാധാനം എന്ന് ഉദ്ദേശിക്കുന്നുള്ളത്. അത് യുദ്ധം ആവണമെന്നില്ല കേട്ടാ. ഈ പറയപ്പെടുന്ന ഒരു തരത്തിലും മറ്റൊരു വ്യക്തിയായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിലും അതിനെ നമ്മൾ എന്താ പറയാ, സമാധാനം എന്നുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാം. അപ്പൊ ഇതാണ് യഥാർത്ഥത്തില് സമാധാനം എന്നുകൊണ്ട് ചുരുങ്ങിയ വാക്കിൽ നമുക്ക് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോ ഈ പറയപ്പെടുന്ന സമാധാനം ഈ പറയപ്പെടുന്ന വികസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം വിവിധങ്ങളായിട്ടുള്ള യുദ്ധങ്ങളും വിവിധങ്ങളായിട്ടുള്ള ആഭ്യന്തര കലാപങ്ങളൊക്കെ നേരിട്ട് കൊണ്ടാണ് നമ്മൾ ഈ രാജ്യം ഇന്ന് 2024 എത്തി നിൽക്കുന്നുള്ളത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ തടസ്സമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന വികസനങ്ങൾ പലപ്പോഴും മനുഷ്യന്റെ സമാധാനത്തിന് തന്നെ വലിയ ഭീഷണിയായിട്ടും മാറാറുണ്ട്. നമുക്കറിയാം, 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും ഒക്കെ വലിയ രീതിയിൽ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ആ യുദ്ധങ്ങൾ ഈ പറയപ്പെടുന്ന മനുഷ്യന് നമുക്കറിയാം മനുഷ്യ വികസനത്തിന്റെ ഭാഗമായി നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള വിധങ്ങളായിട്ടുള്ള ആയുധങ്ങൾ, ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച ഉപകരണങ്ങൾ കൊണ്ട് തന്നെയാണ് മനുഷ്യന് ഈ പറയപ്പെടുന്ന മനുഷ്യന്റെ സമാധാനത്തിന് നേരെയുള്ള കടന്നുകയറ്റം നടത്തിയിട്ടുള്ളത്. ഹലോ, ഓക്കെ. ഓക്കെ. അപ്പോ മനുഷ്യൻ കണ്ടുപിടിച്ച പല വികസനത്തിന്റെ ഭാഗമായി, നമ്മൾ കണ്ടുപിടിച്ച ശാസ്ത്രീയ പുരോഗതിയുടെ ഭാഗമായി നമ്മൾ കണ്ടുപിടിച്ച പല ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് മനുഷ്യന്റെ സമാധാനത്തിന് നേരെ തന്നെ ഇതേ മനുഷ്യര് തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നുള്ളത്. നമുക്കറിയാം, 4 വർഷം മുമ്പാണ് ലോകം കൊറോണ എന്ന് പറയുന്ന വലിയ വൈറസിന് നേരെയുള്ള ഒരു യുദ്ധം ലോകം നടത്തിയിട്ടുള്ളത്. ഇന്നും ആ യുദ്ധം നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. പൂർണ്ണമായും
ആ വൈറസിന് നേരെയുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല. അതിനിടക്കാണ് മനുഷ്യർ വീണ്ടും യുദ്ധത്തിൽ ഏർപ്പെടുത്തുന്നത് എന്നുള്ളത് വലിയൊരു വിരോധാഭാസം നമുക്ക് കാണാൻ പറ്റും. ഒരു രോഗത്തിന് നേരെ എല്ലാം മറന്നുകൊണ്ട് മനുഷ്യരെല്ലാരും ഒന്നിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മനുഷ്യര് അതിർത്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തില് യുദ്ധം നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഒരു വിരോധാഭാസം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പറയപ്പെടുന്ന വികസനവും സമാധാനവും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. വികസനം എന്ന് പറയുന്നത് മനുഷ്യന്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. അല്ലാതെ മനുഷ്യ ജീവിതത്തിന് നേരെ അല്ലെങ്കിൽ മനുഷ്യന്റെ സമാധാനത്തിന് നേരെയുള്ള കടന്നുകയറ്റമാവാൻ പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ദൈവം നമ്മൾ ഈ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവം സൃഷ്ടിച്ചതാണെന്ന് വിശ്വസിക്കുന്നവരും അല്ലാത്ത ഭൂമി സ്വമേധയ പരിണാമം മൂലം ഉണ്ടായതാണ് എന്നുള്ള വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും. എന്നിരുന്നാലും ഒരു വാദം എന്ന നിലയിൽ ഞാൻ പറയാണ്, മനുഷ്യന് ദൈവം ഈ ഒരു മനുഷ്യനെ ഇവിടെ സൃഷ്ടിക്കുന്ന സമയത്ത് ആ മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സകല വസ്തുക്കളും ഈ പ്രപഞ്ചത്തിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നുള്ളത്. പക്ഷെ ആ എല്ലാ എന്താ പറയാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടും ഇന്നും ഈ പറയപ്പെടുന്ന ഈ ലോകത്തിനകത്ത് മനുഷ്യൻ ഇങ്ങനെ ദുഃഖിച്ചും നരകിച്ചും പട്ടിണി കിടന്നൊക്കെ മനുഷ്യന് ജീവിക്കുക എന്ന് പറയുന്നത് അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിന് വലിയൊരു സങ്കടം ഉണ്ടാവും എന്നുള്ള ഒരു കവി ഇങ്ങനെ ഒരു പറയുന്ന ഒരു വാക്യം ഉണ്ടായിരുന്നു. അപ്പോ മനുഷ്യൻ ഇവിടെ എല്ലാ കാര്യങ്ങളും സുഖ സൗകര്യങ്ങൾ ഇവിടെ മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇവിടെ മനുഷ്യന് സങ്കടം ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ഇന്നും ഇവിടെ പട്ടിണി ഉണ്ടാവുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. നമ്മൾ വലിയ വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും സമൂഹത്തിൽ വലിയൊരു വിഭാഗം ഇന്നും പട്ടിണി കിടക്കുന്നു അല്ലെങ്കിൽ ഇന്നും പ്രയാസം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ വികസനത്തെ കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല എന്നതിന്റെ ഒരു ഉദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോഴും നമുക്കറിയാം, രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പലപ്പോഴും ഈ യുദ്ധങ്ങൾ കാരണം ആരാണ് പ്രയാസം അനുഭവിക്കുന്നത്? അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. കുട്ടികളും സ്ത്രീകളൊക്കെ അടങ്ങുന്ന, വൃദ്ധരൊക്കെ അടങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഓരോ യുദ്ധങ്ങൾ ഉണ്ടാവുമ്പോഴും അതിന്റെ ഇരകളായി മാറുന്നുള്ളത്. ആരാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിനു വേണ്ടി പോരാട്ടം നയിക്കുന്നത്? അവരൊക്കെ എന്താ പറയാ, യുദ്ധം പ്രഖ്യാപിച്ച ആളുകളും ആഹ്വാനം ചെയ്ത ആളുകളൊക്കെ അവരെ സേഫ് സോണിലാണ് ഇരുന്നുകൊണ്ട് ഈ പറയപ്പെടുന്ന യുദ്ധങ്ങൾ നടത്തുന്നുള്ളത്. പാവപ്പെട്ട പട്ടാളങ്ങളും അല്ലെങ്കിൽ ജനങ്ങളൊക്കെയാണ് യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത്. സ്വാഭാവികമായും ആ യുദ്ധത്തിന്റെ ഭാഗമായി സാധാരണക്കാർ കൊല്ലപ്പെടുന്നു, പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു. പക്ഷെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത ആളുകളൊക്കെ സുരക്ഷിതരായി നിൽക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ കൂടി നമ്മൾ യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന നിലയിൽ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മള് ലോകം എന്നുള്ളത് അതിർവരമ്പുകളില്ലാത്ത ഒരു ലോകത്തെ സ്വപ്നം കാണുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന ഓരോ അതിർത്തികളും ആരാണ് ഉണ്ടാക്കിയത്? മനുഷ്യനാണ് ഉണ്ടാക്കിയത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, ഈ പറയുന്ന ഓരോ രാജ്യങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യൻ തന്നെയാണ്. എന്തിനു വേണ്ടിയാണ്? മനുഷ്യന്റെ അധികാരങ്ങൾ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ചില ആളുകളുടെ സമ്പത്തിന് വേണ്ടി, സമ്പത്ത് നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ അധികാരത്തിന് വേണ്ടിയാണ് ഈ പറയപ്പെടുന്ന ഓരോ അതിർത്തികളും മനുഷ്യനുണ്ടാക്കിയത്. എന്നിട്ട് നീ ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ നീ പാകിസ്ഥാൻകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരസ്പരം ഭിന്നിച്ചുകൊണ്ട് നമ്മളെ പരസ്പരം ശത്രുതയിലാക്കുകയാണ് ഈ പറയപ്പെടുന്ന ഓരോ കാലഘട്ടത്തിലും ഈ പറയപ്പെടുന്ന നേതാക്കന്മാര് എന്നുള്ളത് നമ്മൾ കാണാൻ സാധിക്കണം. ഏറ്റവും ഒടുവിൽ പലസ്തീന്റെ ഇസ്രായേലിൽ നടക്കുന്ന അധിനിവേശ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല. സാമ്രാജ്യത്വം വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിനിരയായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 2 നൂറ്റാണ്ട് കാലം ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ മറ്റു വിധങ്ങളായിട്ടുള്ള കൊളേനിയൽ ശക്തികൾ നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ എന്താ പറയാ കേവലം കച്ചവട താല്പര്യത്തിന് വേണ്ടി വന്ന് ഒരു രാജ്യത്തെ തന്നെ അവരുടെ കൈകളിലാക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെ പൂർണ്ണമായും അവരെ നിയന്ത്രണത്തിലാക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്നും ഈ പറയപ്പെടുന്ന സാമ്രാജ്യത്വം അവരുടെ പ്രവർത്തനങ്ങൾ ഇന്നും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പലസ്തീന യുദ്ധം നമുക്കറിയാം, അന്താരാഷ്ട്ര UN ഉൾപ്പെടെയുള്ള സംഘടന ഒക്കെ നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പറയപ്പെടുന്ന യുദ്ധം. 1 വർഷമായും നിലക്കാത്ത യുദ്ധം നമ്മുടെ തൊട്ട് അയൽ രാജ്യങ്ങളിൽ സംഭവിക്കുന്നുള്ളത്. ഏകദേശം 50,000-ഓളം ആളുകളാണ് ഈ യുദ്ധത്തിന്റെ ഭാഗമായി മരണപ്പെട്ടിട്ടുള്ളത്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വരെ ഈ പറയപ്പെടുന്ന യുദ്ധം അവസാനിക്കാൻ പറഞ്ഞിട്ടും ഈ പറയപ്പെടുന്ന
ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനു വേണ്ടിയുള്ള എല്ലാവിധ സൈനിക സഹായവും ആയുധ സഹായങ്ങളും നൽകിക്കൊണ്ട് യുദ്ധത്തിന് പ്രോത്സാഹനം നൽകുന്നു. ഏറ്റവും ഒടുവിൽ UN ഒരു പ്രമേയം കൊണ്ടുവന്നു, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ലോക രാജ്യങ്ങൾ 124ഓളം രാജ്യങ്ങൾ ആ പ്രമേയം അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെക്കുകയുണ്ടായി. ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം, സാമ്രാജ്യത്തിനെതിരെ എല്ലാ കാലഘട്ടത്തിലും നിലനിന്നിരുന്ന നമ്മുടെ രാജ്യം ആ പ്രമേയത്തിൽ ഒപ്പുവെക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യവും കൂടി ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പറയപ്പെടുന്ന സാമ്രാജ്യത്വ അധിനിവേശ ശക്തികൾക്കെതിരെയൊക്കെ പോരാടിയ ചരിത്രമാണ് ഇന്ത്യ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയൊക്കെ സാമ്രാജ്യത്വ ശക്തികൾ ഒരു രാജ്യത്തിന് മേൽ ആക്രമണം നടത്തുന്നോ ആ കാലഘട്ടത്തിലെല്ലാം നമ്മൾ ആ രാജ്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി അല്ലെങ്കിൽ അവരെ പിന്തുണച്ച ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. എല്ലാ കാലഘട്ടത്തിലും പലസ്തീനോടൊപ്പം നിന്ന ഒരു ചരിത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മാറിയ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഭാഗമായി നമ്മൾ ഈ പറയപ്പെടുന്ന സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള നിലപാടുകളും പലപ്പോഴും നമ്മൾ അടിയറവ് വെക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഞാൻ കൂടുതൽ സംസാരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫൈനലി ആയിട്ട് പലസ്തീനിലെ ഒരു വിപ്ലവ കവി സൂചിപ്പിച്ച ഒരു കോട്ട് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം, പലസ്തീനിലെ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം 1948 ആദ്യമായി ഇസ്രായേല് പലസ്തീന് മേല് അധിനിവേശം ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം തന്റെ രാജ്യത്തിൽ നിന്നും പലായനം ചെയ്തു പോകുന്ന ഒരു അവസ്ഥ ആ കവിക്ക് ഉണ്ടായി. പിന്നീട് അദ്ദേഹം വീണ്ടും തന്റെ നാട്ടിലേക്ക് അതിക്രമിച്ചുകൊണ്ട് കടന്നു വരികയും അങ്ങനെ കടന്നു വന്നതിന്റെ ഭാഗമായി ആ കവി ജയിലിലാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ ആ കവി ഒരിക്കൽ പറഞ്ഞു വെച്ച ഒരു വാചകം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. The war will end and the leaders will shake hands. യുദ്ധങ്ങൾ അവസാനിക്കും, നേതാക്കൾ കൈകൊടുക്കും. And that old woman will remain waiting for her martyr son. ആ വൃദ്ധ തന്റെ രക്തസാക്ഷിയായ മകനെ കാത്തിരിക്കും. And that girl will wait for beloved husband. ആ പെൺകുട്ടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനായി കാത്തിരിക്കും. And the children will wait for their heroic father. കുട്ടികൾ അവരുടെ വീരനായിട്ടുള്ള ഹീറോ ആയിട്ടുള്ള തന്റെ പിതാവിന് വേണ്ടി കാത്തിരിക്കും. I don't know who sold the homeland, but I know who paid the price. എനിക്കറിയില്ല ആരാണ് എന്റെ മാതൃഭൂമി വിറ്റതെന്ന്, പക്ഷെ മാതൃഭൂമിക്ക് ആരാണ് വില നൽകിയത് എന്നുള്ളത് എനിക്കറിയാം. ഒരു യുദ്ധത്തെ സംബന്ധിച്ച് വളരെ ഇത്രയും തന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അദ്ദേഹം പറയുകയാണ്, ഓരോ യുദ്ധങ്ങൾ അവസാനിക്കുമ്പോഴും ഈ പറയപ്പെടുന്ന യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകള് പരസ്പരം കൈകൊടുക്കുന്നു. പക്ഷെ ആ യുദ്ധത്തിന്റെ ഭാഗമായി തന്റെ മകനെ നഷ്ടപ്പെട്ട രക്തസാക്ഷിയായ മകനെ നഷ്ടപ്പെട്ടുകൊണ്ട് ആ വൃദ്ധയായ മാതാവ് കാത്തിരിക്കും. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനായി പ്രിയതമ കാത്തിരിക്കുന്നു. തന്റെ വീരനായ പിതാവിന് വേണ്ടി പിഞ്ചു കുട്ടികൾ കാത്തിരിക്കും. പക്ഷെ ആരാണ് തന്റെ മാതൃരാജ്യത്തെ വിറ്റത് എനിക്കറിയില്ല, പക്ഷെ ആ രാജ്യത്തിന് വില കൊടുത്ത് വാങ്ങിയത് ആരാണെന്ന് എനിക്കറിയാമെന്നാണ് മെഹ്മൂദ് ദർവീഷ് എന്ന് പറയുന്ന പലസ്തീൻ കവി സൂചിപ്പിക്കുന്നുള്ളത്. അപ്പൊ യുദ്ധത്തിന്റെ ഭയാനകമായിട്ടുള്ള ഒരു നേർസാക്ഷ്യം അദ്ദേഹം കാണുകയാണ്. ഓരോ യുദ്ധങ്ങളും നടത്തുമ്പോഴും ഓരോ സമാധാനത്തിന് നേരെയുള്ള കടന്നുകയറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന നേതാക്കളും അധികാരങ്ങളും ഭരണകൂടങ്ങളൊക്കെ നേതൃത്വം കൊടുത്ത ആളുകള് അവരെ സുരക്ഷിതരായിരിക്കും. നഷ്ടങ്ങൾ ഉണ്ടാവുക സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ് എന്നുള്ള വളരെ വിഷമത്തോട് കൂടിയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് ചിലൊരു ചിത്രങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള
ഹലോ, കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട് സാർ. കേൾക്കുന്നുണ്ട് സാർ. സോറി, നെറ്റ്വർക്ക് കട്ട് ചെയ്തു. ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ ഒന്നും. ഓക്കെ, ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം. ജസ്റ്റ് ഫോട്ടോ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ട്. ഈ ഫോട്ടോ ഒന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും പരിചയമുള്ള ആളുകളുണ്ടോ ഈ ഫോട്ടോ കണ്ടിട്ട്? നമ്മൾ യുദ്ധത്തിനെതിരെയൊക്കെ എല്ലാ കാലത്തും പറയുന്ന സമയത്ത് ഒരു പ്രതീകാത്മകമായ ഒരു ചിത്രമാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയൂ. പലസ്തീനിലല്ല, സമർ ഇത് ഹസൻ എന്ന് പഴയതല്ലല്ലേ? പറയുന്ന ഒരു പെൺകുട്ടി. പലസ്തീനല്ല, സമർ ഹസൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 2005 ഇറാഖിലെ അമേരിക്ക ഉണ്ടാകുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന സമർ ഹസനും കുടുംബവും സഞ്ചരിച്ച കാറിന്മേല് അമലപ്പെടുത്തുന്ന സാഹചര്യമാണ്. അവിടെ ആ കുട്ടി രക്തം കൊണ്ട് ഇങ്ങനെ കരയുന്നതും, ആ കുട്ടി ഇന്നും ജീവനോടുണ്ട് കേട്ടാ, ആ കുട്ടി കരയുന്നതും മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു ഓർത്ത്. അതുപോലെ തന്നെ മറുഭാഗത്ത് അമേരിക്കൻ സൈന്യം തോക്ക് ചൂണ്ടിക്കിടക്കുന്ന ഒരു ചിത്രമാണ്. ഇന്നും യുദ്ധങ്ങളൊക്കെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് വലിയ അന്താരാഷ്ട്ര തലത്തിൽ ഈ ഒരു ചിത്രം വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ചിത്രമായി അടയാളപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ അലൻ കുർദിയെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഈ ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇത് കണ്ടിട്ടുണ്ട് സാർ. അമേരിക്കയിലേക്ക് പോയപ്പോ കുടിയേറി അല്ലേ? ചെയ്യുമ്പോ Yes, yes. പലായനം ചെയ്യുമ്പോ ഒരാളെ ഒലിച്ചു പോയ മോനല്ലേ? അതെ, അതെ, ഒരു മിനിറ്റ്. സിറിയയിലെ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയത്ത് യൂറോപ്പിലെ ആയിരങ്ങൾ പലായനം ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അലൻ കുർദിയും കുടുംബവും ഒരു ബോട്ടിൽ ഇങ്ങനെ ക്ലിയർ അല്ല. വോയിസ് ക്ലിയർ ആവുന്നില്ല. സാർ സൗണ്ട് കുടുംബമൊക്കെ മരണപ്പെടുന്ന സാഹചര്യം. അങ്ങനെ അലൻ കുർദി ഈ സമുദ്രത്തൂടെ ഇങ്ങനെ ചെല്ലും. അപ്പൊ പലായന അപകടത്തിൽപ്പെടുന്നു. അങ്ങനെ മാതാപിതാക്കൾ ആ കുട്ടിയടക്കം മരണപ്പെടും. ഇപ്പോഴും ക്ലിയർ അല്ല? ഇപ്പൊ ക്ലിയർ ആണ്. ചിലപ്പോ അത് ഷെയർ ചെയ്ത സമയത്ത് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയതാന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോ അലൻ കുർദിയുടെ ചിത്രവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നൊമ്പരപ്പെടുത്തുന്ന ഒരു ചിത്രമാണ്. അതേപോലെ തന്നെ മറ്റൊരു ചിത്രം കൂടി ഞങ്ങൾ കാണിക്കാം. എല്ലാ കാലഘട്ടത്തിലും യുദ്ധം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമായി വരുന്ന ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ? അണുബോംബിന്റെ ഹിരോഷിമയിലെ ആരാ പറഞ്ഞ വിയറ്റ്നാം എന്ന് പറഞ്ഞ? ഓക്കെ, വെരി ഗുഡ്. എന്തായാലും ഒന്ന് പറയാൻ പറ്റുമോ എന്താ സംഭവം എന്നുള്ളത്? യുദ്ധത്തിൽ ഇതാണ് എല്ലാം നഷ്ടപ്പെട്ട് ഓടുക. അതെ, അതെ. വിയറ്റ്നാമില് ഈ പറയപ്പെടുന്ന വിയറ്റ്നാം യുദ്ധം തന്നെ അവസാനിക്കുന്നതിന് ഒരു കാരണമായി തീരുന്ന ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം. വിയറ്റ്നാമില് യുദ്ധം നടക്കുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന കുട്ടിയുടെ കിംഫുക്ക് എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ കുടുംബത്തിലേക്ക് അമേരിക്കയുടെ അവരുടെ ഗ്രാമത്തിലേക്ക് ബോംബുകളും ആയുധങ്ങളുമായി ഇടുന്ന സാഹചര്യത്തിൽ പ്രാണരക്ഷാർത്ഥം ഓടുന്ന ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ ഭാഗമായി വലിയ രീതിയിൽ അമേരിക്കക്ക് നേരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ആ ഒരു യുദ്ധം തന്നെ അവസാനിക്കുന്ന ഇനി ഒരു ചിത്രം
ഈ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഭാഗമായി മാറുകയുണ്ടായി. അങ്ങനെ പലപ്പോഴും യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ, നിരപരാധികളായിട്ടുള്ള ആളുകളെയാണ് എല്ലാ കാലഘട്ടത്തിലും യുദ്ധങ്ങൾ ബാധിക്കുന്നുള്ളത്. അപ്പോ അത്തരത്തിലുള്ള നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഓരോ കാലഘട്ടത്തിലും നമ്മൾ ടെക്നോളജിയിലും ഒക്കെ നമ്മൾ മുന്നേറുമ്പോഴും പലപ്പോഴും ഈ പറയപ്പെടുന്ന ടെക്നോളജിയുടെ ഭാഗമായി, വികസനത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടെത്തുന്ന പല ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ സമാധാനത്തിന് തന്നെ കടന്നു കയറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുള്ളത്. ഇന്ന് എത്രാം തീയതി? സെപ്റ്റംബർ 22 അല്ലേ? ആ. ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറയാൻ പറ്റുമോ? ഇന്നലത്തെ ഇന്നലെ. ദിവസത്തിന്റെ പ്രത്യേകത ലിഫ്റ്റ് സ്മൈൽ ഉണ്ടായിരുന്നല്ലോ, പീസ്. കണ്ടിട്ടില്ല? മറ്റേ അമേരിക്കയിലെ അതിന്റെ ബിൽഡിങ്ങില് വേൾഡ് ട്രേഡ് ഉസാമ ബിൻ ലാദന് വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഫ്ലൈറ്റ് ഇതാക്കി. ഓക്കെ, നമ്മളെ UN സെപ്റ്റംബർ 21 എന്തായിട്ടാണ് ആചരിക്കുന്നുള്ളത്? ലിഫ്റ്റ് സ്മൈൽ പോസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ഇത്രയും ആൾക്കാർ കണ്ടിട്ടില്ല. പീസ് കണ്ട് പോസ്റ്റ് കണ്ടു, പക്ഷെ അത് മറന്നുപോയി. അശ്. ഇന്റർനാഷണൽ പീസ് ഡേ. പറയ് എന്താണ് ആരോ പറഞ്ഞു? ഇന്റർനാഷണൽ പീസ് ഡേ. യെസ്, അന്താരാഷ്ട്ര സമാധാന ദിനമായിരുന്നു ഇന്നലെ. ഗ്രൂപ്പിൽ ഷെയർ അപ്പൊ ചെയ്തിനി. അപ്പോ വികസനവും സമാധാനവും ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഘടകങ്ങളും പരസ്പരം നല്ല രീതിയിൽ പോയാൽ മാത്രമേ നമുക്ക് സമാധാനത്തോടും അതുപോലെ തന്നെ വികസനത്തോടും കൂടി നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഒരു യുദ്ധങ്ങളും എന്താ പറയാ, മനുഷ്യരാശിയുടെ നന്മയിൽ പൂർണ്ണമായും കലാശിച്ചിട്ടില്ല. ഓരോ യുദ്ധങ്ങൾ അവസാനിക്കുമ്പോഴും അനേകമായിരങ്ങളുടെ കണ്ണീരുകളും വേദനയൊക്കെ മുമ്പിലാണ് വിജയിച്ച രാഷ്ട്രങ്ങള് അവരുടെ വിജയക്കൊടി പാറിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളില്ലാത്ത സമാധാനപൂർണമായിട്ടുള്ള ഒരു ലോകത്തിന് വേണ്ടി നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ ലോകത്തിനകത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള യുദ്ധത്തിന് മേലുള്ള അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ സമാധാനത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങൾക്കെതിരെ നമുക്ക് അനുശോചനം രേഖപ്പെടുത്താനും അത്തരം ജനങ്ങളെ, കഷ്ടപ്പെടുന്ന ജനങ്ങളെ, അവരുടെ ജാതി ഏതോ മതമേതോ ഭാഷ ഏതോ രാഷ്ട്രമേതോ എന്നൊന്നും നോക്കാതെ അധിനിവേശത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ പലായനത്തിന്റെ ഭാഗമായി കാട്ടിയിറക്കപ്പെടുന്ന മനുഷ്യരാശിയോട് നമുക്ക് ഐക്യപ്പെടാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ മനുഷ്യരാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ചെറിയൊരു സംഭവം അവസാനമായി സൂചിപ്പിക്കുകയാണ്. ലെബനന്റെ വിഷയം ഞാൻ ആദ്യം തുടങ്ങിയത് ആ വിഷയം പറഞ്ഞുകൊണ്ടാണ്. ലെബനനിലെ സായുധ സംഘത്തിന് നേരെ ഇസ്രായേലിന്റെ രഹസ്യ പോലീസ് നടത്തിയ ആക്രമണം എന്നൊക്കെയാണ് പറയുന്നുള്ളത്. ഇന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷെ ആ വാക്കി ടോക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കമ്പനിയുടെ MD ഒരു ഇന്ത്യൻ പൗരനാണ് എന്നുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യൻ വംശജനാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ. ദൗർഭാഗ്യവശാല് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിനകത്തു നിന്നുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ഈ പറയപ്പെടുന്ന ആള് ഇന്ത്യൻ പൗരനാണ്, അവനെ എന്തു വില കൊടുത്തു നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളത്. ആ കമ്പനിയാണ് അവിടെ സപ്ലൈ ചെയ്തത് എന്ന് മാത്രമാണ് നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ള വാർത്ത. അല്ലെങ്കിൽ ഈ വ്യക്തിയാണോ ഈ പറയപ്പെടുന്ന വാക്കി ടോക്കർ ആക്രമണത്തിന് പിന്നിലെന്നോ അല്ലെങ്കിൽ ഇവരതിനെ വഴിയൊരുക്കിയോ എന്നൊന്നും ഇതുവരെ തെളിഞ്ഞിട്ട ഒരു സാഹചര്യം പോലും ഇല്ല. പക്ഷെ അതിനു മുമ്പ് നമുക്കിടയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് അവിടെ എന്താ പറയാ, ജാതിയും അതൊക്കെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ദേശമൊക്കെ നോക്കിക്കൊണ്ട് ഒരാൾ കുറ്റം ചെയ്തിട്ടേ ഇല്ല എന്നും നോക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ഐക്യപ്പെട്ടുകൊണ്ട് വാർത്തകൾ പുറത്തു വരുന്നതിന് മുമ്പ് നമ്മൾ എന്താ പറയാ, സങ്കുചിത ചിന്തയുടെ ഭാഗമായി മനുഷ്യരാശിക്ക് തന്നെ എന്താ പറയാ ഭീഷണിയായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ ഈ പറയപ്പെടുന്ന ജാതിയും അതൊക്കെ നോക്കിക്കൊണ്ട് ഐക്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. അത് നമ്മുടെ രാജ്യത്തിനെ വലിയ രീതിയിലേക്ക് അപകടത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ലോകത്തിനകത്ത് എവിടെ ആക്രമണങ്ങൾ ഉണ്ടായാലും മനുഷ്യന്റെ സമാധാനത്തിന് നേരെ എവിടെ കടന്നുകയറ്റമുണ്ടായാലും അവിടെയൊക്കെ നമ്മുടെ ഈ പറയപ്പെടുന്ന ഒരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെ മനുഷ്യരാശിയോട് ഐക്യപ്പെട്ടാൽ മാത്രമേ നമ്മളെല്ലാവരും മനുഷ്യരാവുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ചോദിക്കട്ടെ. ചോദിച്ചോളൂ. സാർ ആദ്യം പറഞ്ഞില്ല നമ്മളെ സാമ്പത്തികമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. അതെങ്ങനെയാണ് ഇപ്പൊ ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യ ഒരുപാട് പുറകെയാണ് ഇപ്പൊ.
ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കുവൈത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടുത്തെ ചെറിയ സാധനങ്ങൾ വരെ ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഒരുപാട് സാധനങ്ങൾ. അത് മാത്രമല്ല, ഇവിടുത്തെ കുറെ ബിസിനസിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരും ചൈന സന്ദർശിക്കുന്നത്, അവിടുന്ന് ബൾക്കായിട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ ഈ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് സാറിന്റെ അഭിപ്രായത്തിൽ ഒരു 2 വാക്കില്. അത് നമ്മൾ ചെയ്യണമെങ്കിൽ പ്രധാനമായും നമ്മുടെ ഗവൺമെന്റുകൾ അതിന് കൃത്യമായ രീതിയിൽ താല്പര്യം എടുക്കണം. താല്പര്യം എടുക്കണമെങ്കിൽ എന്താ പറയാ, വ്യവസായങ്ങൾ കൊണ്ടുവരണം. വ്യവസായങ്ങൾ കൊണ്ടുവരുമ്പോൾ കൃത്യമായ രീതിയിൽ തൊഴിലിടങ്ങൾ സംരക്ഷിക്കണം. തൊഴിലാളികൾക്ക് കൃത്യമായ ന്യായമായ വേതനങ്ങൾ നൽകണം. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ പറയാ, ഒരു പദ്ധതി നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു കൊണ്ടുവരുമ്പോൾ തന്നെ അതിന് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത്തരം തടസ്സങ്ങൾ ഇല്ലാണ്ട് എന്താ പറയാ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള വികസനങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റുകൾ പ്രോത്സാഹനം നൽകണം. അതെ, മാത്രമേ അതപ്പോ എവിടുന്ന് തുടങ്ങും? അതായത് നമ്മളെ നിയമങ്ങൾ പൊളിച്ചെഴുതണം എന്നാണ് പറയുന്നത്. എന്താണത്? നിയമങ്ങള് പലപ്പോഴും എന്താ പറയാ, ഒരു സങ്കുചിതമായിട്ടുള്ള നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തിനകത്ത് പലപ്പോഴും ഉള്ളത്. അപ്പൊ അതിന് കുറച്ചുകൂടി ഇളവ് കൊടുത്തുകൊണ്ട് പ്രകൃതിക്ക് മോശം വരാതെ, പരിസ്ഥിതിക്ക് മോശം വരാത്ത രീതിയിലുള്ള വികസനങ്ങൾക്ക് പ്രോത്സാഹനം നമ്മുടെ രാജ്യം നൽകണം. ഓക്കെ. രണ്ടാമതൊരു കാര്യം കൂടി, നമ്മുടെ വികസനത്തിനെ പറ്റി പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞ വികസനം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും കൂടിയല്ലേ ഈ വികസനങ്ങൾ ജനങ്ങൾ ഇപ്പം തേടിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും തൊഴിലില്ലായ്മ വികസനത്തിന്റെ ഒരു എന്താ പറയാ, വികസനം, നമ്മുടെ രാജ്യം വികസിതമായി എന്നതിന് ഒരു ഉദാഹരണമായി തൊഴിലില്ലായ്മ നമുക്ക് പറയാൻ പറ്റും. എല്ലാവർക്കും തൊഴിൽ കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ പറയാ, ആ ഒരു ഡെവലപ്ഡ് കൺട്രി ആ രാജ്യം മുന്നോട്ട് പോകും. അല്ല, നമ്മൾ ടെക്നോളജി ഇങ്ങനെ വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് ഹൈഡ്രജൻ ബോംബുകൾ, ഈ വാക്കി ടോക്കി, പേജർ, അല്ലെ ആറ്റം ബോംബ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ടെക്നോളജിയും വേണ്ടേ നമുക്ക് ശരിക്കും? അതായത് ടെക്നോളജിയിലൂടെ നമുക്ക് തൊഴിലും കൂടി വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത് ശരിക്കും? അതെ, അത് മാനവ മനുഷ്യന്റെ പ്രശ്നമാണ്. കുറയുന്നു. അതെ. ഈ അണുബോംബ് കണ്ടുപിടിച്ച ആള് തന്നെ പിൽക്കാലഘട്ടത്തില് അതോർത്ത് ദുഃഖിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം മനുഷ്യ നന്മക്ക് വേണ്ടി കണ്ടുപിടിച്ച സാധനം മനുഷ്യൻ എന്തിനു വേണ്ടി, മനുഷ്യന് എതിരായി തന്നെ ഉപയോഗിക്കാൻ കഴിയും. അതാണ് അതിന്റെ യഥാർത്ഥ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വാക്കി ടോക്കി എന്ന് പറയുന്നത് എന്ത്, നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചു പോലുമില്ല അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ പോലീസ് മേഖല അല്ലെങ്കിൽ സൈനിക മേഖലയെ തന്നെ പൂർണ്ണമായും തകർക്കാം എന്നുള്ളത്. പക്ഷെ നമുക്ക് മുമ്പിൽ അതൊരു ഉദാഹരണമായിട്ട് മാറി ലെബനൻ. അതിന്റെ ഭാഗമായി ലോകരാജ്യങ്ങളൊക്കെ വലിയ നിയന്ത്രണങ്ങൾ വാക്കി ടോക്കിക്കെതിരെയൊക്കെ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രികളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നു എന്നുള്ള വാർത്ത കൂടി കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ടെക്നോളജി മനുഷ്യ നന്മക്ക് ഉപയോഗിച്ചാൽ മാത്രമേ വികസനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്നത് മനുഷ്യനെതിരായി ഉപയോഗിക്കാൻ കഴിഞ്ഞ് അന്ന് ലോകത്തിന് അവസാനം ഉണ്ടാവും എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സമാധാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ സമാധാനം എവിടുന്ന് തുടങ്ങണം? സമാധാനം എല്ലാ രാജ്യങ്ങളും ഇനി മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിന് ഏർപ്പെടില്ല എന്നുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം. പക്ഷെ അത് ഒരു രാജ്യവും എന്താ പറയാ പൂർണ്ണമായി അംഗീകരിക്കാൻ പോകുന്നില്ല. അതിനവരുടെ സാമ്പത്തികം, അമേരിക്കക്ക് വലിയ രീതിയിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആയുധങ്ങൾ സപ്ലൈ ആവണമെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധങ്ങൾ ഉണ്ടാവണം. യുദ്ധങ്ങൾ ഉണ്ടായാലേ ഈ പറയപ്പെടുന്ന ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് വരുമാനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ യുദ്ധങ്ങളെ പിന്നിലെല്ലാം ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളുടെ ഇടപെടൽ നമുക്ക് കാണാൻ പറ്റും. എന്തൊരു കഷ്ടം. അതെ. ശരിക്കും നമ്മളെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അടിയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഒരുപാട് ദൂരത്തിലാണ് ചൈനയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ, അല്ലെ? അതിൽ നിന്നൊക്കെ മാറണം, എന്നാലും മാത്രമേ മുന്നോട്ടേക്ക് പോകുള്ളൂ. ഇലക്ട്രോണിക് സാധനങ്ങള് കുടിൽ വ്യവസായം പോലെയാണ് അതൊക്കെ അവിടുത്തെ ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. അമേരിക്കയിലും ഈ പറയപ്പെടുന്ന വലിയ രീതിയിലുള്ള വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും എല്ലായിടത്തും വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിസ്ഥിതി നേരിടുന്നുണ്ട്. അമേരിക്കയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളും കൂടി നേരിടുന്നുണ്ട്.
അപ്പൊ ഇന്ത്യ ഇനി ചെയ്യേണ്ടത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള വികസനങ്ങളുമായി മുന്നോട്ട് പോവുക. അപ്പൊ അതിന് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഇവർ ഇവിടുന്ന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊന്നും ഇല്ലാത്ത ശാസ്ത്രീയമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മള് യഥാർത്ഥ വികസനത്തിലേക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നിയമം അന്താരാഷ്ട്ര ലെവലിൽ വരണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ അമേരിക്കനെ പോലുള്ള സാമ്രാജ്യത്വ ശക്തികളുണ്ടല്ലോ, അവരുടെ ടെക്നോളജി വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഭൂമിയുടെ തന്നെ മൊത്തത്തിലുള്ള സന്തുലിതാവസ്ഥക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ശരിക്കും നമ്മളല്ലേ ചൂഷണം ചെയ്യപ്പെടുന്നത് അല്ലേ അതിന്റെ ഭാഗമായിട്ട്? കാരണം നമ്മളടുക്ക് ആ ടെക്നോളജി ഇല്ല, പക്ഷെ അവരൊക്കെ ടെക്നോളജി ഉപയോഗിക്കുന്ന അല്ലെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഓസോണിന്റെ കാര്യമായിക്കോട്ടെ, അവർ എന്തോരം ഇലക്ട്രോണിക് സാധനങ്ങൾ പുറത്തിറക്കുന്നത്, അതിന്റെ ഭവിഷ്യത്തുകൾ, അങ്ങനെ പല പ്രശ്നങ്ങളും ശരിക്കും നമ്മളെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അവര്. അതിനല്ലേ ശരിക്കും അന്താരാഷ്ട്ര തലത്തിലൊരു നിയമം വരേണ്ടതല്ലേ? അതെ, എല്ലാരെയും ബാധിക്കുന്നുണ്ട്. ഒരു രാജ്യം പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളെ കൂടി, എല്ലാ രാജ്യങ്ങളെ കൂടി ബാധിക്കുന്നുണ്ട്. അതൊന്നും UN പോലും സെഷൻ അവസാനിക്കുകയാണ്. ഓക്കെ അപ്പൊ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ പ്രോഗ്രാമിൽ വികസനം പോലെ പ്രധാനമാണ് സമാധാനവും എന്ന വിഷയത്തിൽ നമ്മോട് സംബന്ധിച്ച ലിപ്റ്റോസ് മൈലിലെ അധ്യാപകൻ കൂടിയായ മുനീർ സാറിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ മറ്റ് അധ്യാപകർ, ഡയറക്ടേഴ്സ്, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സാർ.